Thank you, Ben. God bless you. Ben, धन्यवाद है. ഈ പ്രഭാതത്തില് വളരെ പ്രതീക്ഷയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന ഓരോരുത്തരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. सुबह ही वक्त बहुत सारे प्रतीक्षा के साथ प्रभु की ओर आए हुए, वचन की भागी बनने के लिए आए हुए सारे सभी के लिए मसीह की नाम में हमारा वंदन देता हूँ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. मत्ती की सुसमाचार 6वीं अध्याय की 6ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. 33वां पद में हमारे मत्ती का सुसमाचार 6वीं अध्याय की 33वां पद में आए. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. इसलिए पहले तुम परमेश्वर की राज्य और उसके धर्मी को खोज करो तो ये सब वस्तुओं भी तुम्हें मिल जाएगी. ഈ വചനത്തിലൂടെ ഇന്ന് ദൈവം വിശേഷാൽ നമ്മെ അനുഗ്രഹിക്കാൻ പോകുകയത്ര ചെയ്യുന്നത്. ये वचन के द्वारा विशेष तौर पर प्रभु हमें आशीष देने के लिए समय है. ഇവിടെ നമ്മുടെ നാം അന്വേഷിക്കുന്നതില്, നാം ആഗ്രഹിക്കുന്നതില് ഒരു മുൻഗണന കൊടുക്കേണ്ടത് എന്തിനു വേണ്ടിയെന്നത്രേ ഇവിടെ സുവിശേഷകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. सुसमाचार ने ये घोषणा देता है, ये वचन क्यों, क्या काम कार्य के लिए हमारे लिए दिया गया है. മുമ്പേ ദൈവരാജ്യവും നീതിയും അന്വേഷിപ്പീൻ. पहले तुम परमेश्वर के राज्य और उसके धर्मी की खोज करो. നമ്മുടെ ആവശ്യങ്ങളൊക്കെയും കർത്താവ് നിറവേറ്റുകയും ചെയ്യും എന്ന് അവിടെ നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. हमारा आवश्यकता को परमेश्वर ने पूरा कर दिया देंगे. അപ്പൊ മുമ്പേ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുന്നതിന് പകരം പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നാം മറ്റു പലതിന്റെയും പിന്നാലെ എത്രേ ഓടുന്നത്, അതിനെത്രേ പ്രാധാന്യം കൊടുക്കുന്നത്. पहले प्रथम बात हमारा मसीह की वचन की खोज में रहे, लेकिन आजकल दिनों में उसका बदले आज हमारा जीवन की जरूरत बातों के लिए हम दौड़ रहा है. ഈ ലോകത്തിൽ നിരവധി ആവശ്യങ്ങളുടെ മുമ്പേ എത്ര നാം ഓരോരുത്തരും ജീവിക്കുന്നത്. प्रत्येक लोग विविध प्रकार की आवश्यकता की सामना करता है. അതുകൊണ്ട് ധാരാളം പണം സമ്പാദിക്കുന്നതിന് വേണ്ടി വളരെ വ്യഗ്രതയോടുകൂടി ഓടുന്നതായ വ്യക്തികളുണ്ട്. धन दौलत के लिए बहुत जागृति के साथ दौड़ने वाले हैं आजकल दिनों में भूमि में लोग. ഭൗതികമായിട്ടുള്ളതായ നന്മകൾക്ക് വേണ്ടിയും അത് മുന്നോട്ട് പോകുന്നതായ വ്യക്തികൾ. आर्थिक तौर पर मिठाई मिलने के लिए मेहनत करते हैं, बढ़ते हैं. എന്നാൽ വചനം പറയുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നത്രേ. मसीह की वचन यही हमें दिखाता है, समझाता है. मसीह देखता है हमारा आवश्यकता क्या है, वो आवश्यकता को प्रभु ने और समाप्त कर देता है. ദൈവരാജ്യത്തിലെ ആ രാജാവിനെ അത്രേ നാം അന്വേഷിക്കേണ്ടത്. स्वर्गीय राज्य में एक बादशाह है, राजा है, उन्हीं को खोज दे. ഈ യേശു കർത്താവിന് ഒന്നും അസാധ്യമായിട്ടൊന്നുമില്ല. मसीह को असंभव का एक बात नहीं है. എന്നാൽ പലപ്പോഴും ഈ ദൈവത്തെ മുൻഗണന കൊടുത്ത് അന്വേഷിക്കുന്നതിന് പകരം നാം മറ്റ് സാധനങ്ങളുടെ, ഭൗതികമായ നന്മകളുടെ പിന്നാലെ ഓടുന്നു. आजकल हम आर्थिक बात के लिए पीछे जाते हैं, इसी कारण में वचन से हम दूर है. വാസ്തവമായിട്ട് ദൈവവുമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട് എങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ദൈവം അതിനോടൊപ്പം നമുക്ക് നൽകാവുന്നത്രേ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. प्रथम बात, कार्य मसीह के लिए दिया जाएगा तो मसीह की बोली यही है, हमारा सारे काम कार्य उन्होंने पूर्ति कर देंगे. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മത്സരബുദ്ധിയോടുകൂടി അത് നാം ഓടുകയാണോ, അതോ നാം കർത്താവിന് മുൻഗണന കൊടുത്ത് അവന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം.
धन दौलत के लिए आगे दौड़ रहा है, वो छोड़कर मसीह के पीछे है नहीं है, इसके बारे में हम खोज दे। വചനത്തിൽ നാം വായിക്കുന്നത് മുമ്പേ ദൈവരാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി സകലവും നിങ്ങൾക്ക് തരാമെന്നത്. यहाँ पर वचन दिया है, प्रथम बात परमेश्वर का राज्य और उसका धार्मिक को ढूंढ ले। തിരുവചനത്തില് നാം നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുമെന്നത്രേ. भलाई और धार्मिकता, दया, आयुष्काल हमारा पीछे हो लिया जाता है। അപ്പൊ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അത്രേ. ആദ്യം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നന്മയും കരുണയും ലഭിക്കുമെന്നത്രേ. और प्रथम बात मसीह के लिए दिया जाएगा तो हमारा जिंदगी की जरूरत क्या होता है वो पूरा कर हमारे लिए दिया देता है। നന്മയും കരുണയും നമ്മെ പിന്തുടരും. എന്നാൽ നാം ആ ദൈവത്തിൻ്റെതായ വചനം അംഗീകരിക്കാതെ നന്മയുടെ പിന്നാലെ നന്മയുടെയും കരുണയുടെയും പിന്നെ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നന്മകൾക്ക് വേണ്ടി അതിന്റെ പിന്നാലെ നാം ഓടുന്നു. मसीह की वचन देते हैं, भलाई और दया प्रभु की ओर से हमें देता है, लेकिन आजकल दिनों में हम वो ढूंढने के लिए सांसारिक बातों को ढूंढने के लिए दौड़ रहा है। നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും അത് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ളതായ നമ്മുടെ ശ്രമം പലപ്പോഴും വിഫലമായി തീരാറുണ്ട്. सांसारिक जीवन में, जिंदगी में फलदायी और आर्थिक बात में मिठाई मिलने के लिए दौड़ रहा है, लेकिन सारे बात विफल हो जाता है। നമുക്ക് ഒരു കർത്താവുണ്ട്, അഥവാ നമ്മുടെ യജമാനനായ യേശു നമുക്കുണ്ട്. ഒരു एक प्रभु है, हमारा एक स्वामी मालिक है, वो ही पर भरोसा रखे, वो ही हमारा काम कार्यों को पूरा कर देंगे। കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി സകലവും നൽകുന്നതായ മനസ്സലിവുള്ളതായ ഒരു രാജാവത്രേ നമ്മുടെ രാജാവ്. मसीह का ऊपर भरोसा रखेगा तो मसीह ने हमारा जिंदगी को साफ सफाई कर शुद्ध पवित्र कर वो ही हमारा जिंदगी की बात को पूरा कर देता है। നമുക്കൊരു നിമിഷം ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചിട്ടുള്ളതെല്ലാം കർത്താവിൽ നിന്നുള്ളതത്രേ. हम यही बात मनन करे, हम कुछ पाया, हमारे में कुछ है, वो प्रभु से मिला है नहीं है, उसके बारे में भी चिंतन करना हमारा आवश्यकता है। ഒന്ന് പത്രോസ് 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ. पहले पत्रोस 5वां अध्याय 6 और 7वां पद में, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. और वहां पर दिया है हमारा सारे चिंताकुल हमारा परमेश्वर पर डाल, परमेश्वर हमारा कार्य पूरा कर दिया देंगे. അതെ, നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു ദൈവമത്രേ നമുക്കുള്ളത്. हमारे को दिनम प्रति बढ़ोतरी देने के लिए, उन्नति देने के लिए मसीह चाहता है. നമ്മുടെ തലയെ ഉയർത്തുന്നതായ ദൈവം, हमारा सुर को ऊंचा करने वाला मसीह, നാം യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ അവൻ നമ്മെ മാനിക്കും. यीशु का पीछे हो लिया जाता है, यीशु ने हमें आदर देता है. അങ്ങനെ നാം പ്രാപിച്ചതെല്ലാം ദൈവത്തിൽ നിന്ന് ആണ് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി അവനെ സ്തുതിച്ചുകൊണ്ട് നന്ദി കരയേറ്റുവാൻ നാം തയ്യാറാവുകയാണ് എങ്കിൽ അവൻ നമ്മെ നിശ്ചയമായിട്ടും ഉയർത്തുക തന്നെ ചെയ്യും. मसीह की चरणों पर बैठते हुए उन्हीं के तरफ से हम लिया, मांगा, दिया है, तो उसी घड़ी में, मसीह का समय की घड़ी में उन्होंने हमें अच्छे श्रेणी पर लाता है. അതെ, എല്ലാറ്റിലും ദൈവത്തിന്
അത് പ്രാധാന്യം കൊടുക്കുക, അത് ഏറ്റവും കൂടുതലായിട്ട് ദൈവത്തിന് വേണ്ടി നമ്മൾ നിലപാടെടുക്കുക. ഗോഡ് ഫസ്റ്റ്. सारे सब काम कार्यों में मसीह को प्रथम स्थान दिया गया। मसीह ने हमारे उसी घड़ी पर बढ़ौती के लिए लाएंगे। ജീവിതത്തിൽ നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. कई प्रकार के प्रश्न को गुजरने वाले हैं विश्वासीगण। എന്നാൽ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്നതായ സകല പ്രശ്നങ്ങളെക്കാളും വെല്ലുവിളികളെക്കാളും വലിയവനത്രേ നാം സേവിക്കുന്നതായ സർവശക്തനായ ദൈവം. हम प्रार्थना करता है मसीह की ओर। विश्वासी गणों ने कितनी बात काम कार्यों को अपनाता है और जीवन मुश्किल में होते हैं, लेकिन मसीह हमारा सारे काम कार्यों को पूरा कर देता है। അതെ, പ്രശ്നങ്ങളുടെ മധ്യേ ദൈവത്തെ ആദ്യമായി നാം അന്വേഷിക്കുക, ദൈവത്തിന്റെ ആലോചന അറിയുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അവസാനമല്ല. हर प्रकार की मुसीबतों में प्रार्थना में लवलिन रहे। मसीह की ओर से हमारा निर्धारित समय पर काम किया करेगा। വിശുദ്ധ വേദപുസ്തകത്തിലെ യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. पवित्र शास्त्र में यहोशाफात एक बादशाह राजा के बारे में लिखा गया है। തനിക്ക് ആകെയുള്ളത് ഒരു ചെറിയ സൈന്യം അത്രേ. उसके का साथ एक छोटा सा सेनाओं का झुंड है। 3 രാജ്യക്കാര് ശത്രുക്കളായിട്ടുണ്ട് അവനുണ്ട്. അവർ 3 പേരും സംഘടിച്ച് ഈ തന്റെ രാജ്യത്തിനെതിരായിട്ട് ആക്രമിക്കാൻ വന്നിരിക്കുന്നു. 3 राजा के साथ बादशाह के साथ ये छोटा सा झुंड के बदले घर लेने के लिए युद्ध के लिए तैयारी हुई है। എന്നാൽ ഈ യഹോശാഫാത്ത് രാജാവ് ദൈവഭക്തിയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അവൻ തന്റെ പ്രശ്നവുമായിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടിയും ഇരിക്കുകയായിരുന്നു. यहोशाफात ने एक अच्छा भय भक्ति मानने वाले हैं ईश्वरी के सेवा में और जीवन का इसी कारण में प्रतिकूल समय में यहोवा की ओर से अनुग्रह मिलने के लिए उनका पास गई है। വചനത്തിൽ നാം വായിക്കുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. The battle belongs to God. धर्मशास्त्र में यही वचन दिया, युद्ध यहोवा का ही है। ശത്രുക്കളുടെ നിരകളെ തോൽപ്പിച്ചുകൊണ്ട് തനിക്ക് ജയമെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അവനെ സഹായിച്ചു. यही ने ऐसे विश्वास किया युद्ध यहोवा का ही है, इसी कारण में भरोसा उन पर रखा है। താൻ ജനത്തെ മുഴുവനും കൂട്ടിവരുത്തിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ആരാധന അർപ്പിക്കുക അത്ര ചെയ്തത്. और झुंडों को सामने बुलाया और मसीह के सामने एक आराधना प्रार्थना रखा। ദൈവത്തിന്റെ ശക്തി അവന് കാണുവാൻ കഴിഞ്ഞു. और परमेश्वर की शक्ति सामर्थ्य को चखने के लिए अवसर हुई। അതുകൊണ്ട് ജീവിതത്തിലെ ഉയർച്ചകൾ നാം ആഗ്രഹിക്കുന്നുണ്ട്. അക്കാഡമിക് ആയിട്ടുള്ള രംഗത്ത് ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് നന്മ പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. हम ऐसे हैं पढ़ाई में और आर्थिक के बारे में और बाल बच्चों के बारे में उन्नति के लिए हमारा मन तड़पते हैं। എന്നാൽ നാം ആദ്യമായിട്ട് അന്വേഷിക്കേണ്ടത് കർത്താവിനെ അത്രേ. प्रथम बात यही है मसीह को भरोसा, मसीह पर भरोसा रख। പുരാതന ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭരിച്ച് നടത്തിയിരുന്നത് അവരുടെ രാജാവായിരുന്നത് സർവശക്തനായ ദൈവമായിരുന്നു. पुराना नियम में अनेक बादशाहों ने राजाओं ने भरोसा रखा यहोवा पर, यहोवा ने उनको चलाया था। എന്നാൽ ഈ ജനങ്ങൾ ദൈവത്തോട് പറഞ്ഞത്, അങ്ങ് ഞങ്ങളുടെ രാജാവൊന്നും ആയിരിക്കേണ്ട, ലോകത്തിലുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരണം എന്നത്രേ. और लोगों ने और यहोवा की ओर मांगा, यहोवा ने हमारा राजा नहीं होना, अन्य जातियों को राजा है, इसी प्रकार एक राजा को संसार में से हमको ले दे।
അങ്ങനെ ദൈവം അവർക്ക് വേണ്ടി ഒരു മനുഷ്യനെ രാജാവായിട്ട് നിയമിച്ചു. അതോടുകൂടി ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടകാലം ആരംഭിക്കുകയും ചെയ്തു. और लोगों ने गुड़गुड़ाया यहोवा की ओर, उनका पूछताछ चिल्लाहट सुनते हुए यहोवा ने एक राजा को दिया। वो राजा प्रभुता करने के लिए शुरू की। उनका कष्ट दुख और बढ़ने लगा। യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിട്ട് നാം രാജാവായിട്ട് നാം അംഗീകരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അനുഗ്രഹമുണ്ട്. यीशु मसीह को हमारा राजा होकर प्रथम मसीह ये शक्ति को भरोसा रखेगा तो वो ही हमारा जिंदगी को बढ़ाने देता है। നമ്മുടെ ഹൃദയത്തില് രാജാതി രാജാവായ യേശു ക്രിസ്തുവിനെ നാം അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവിടെയാണ് ബന്ധനമെന്ന് പറയുന്നത്. हमारा मसीह को संपूर्ण रीति पर स्वीकार करे, अंगीकार करे, आराधना योग्य वो ही है। वो बातों को हम मन लगाता नहीं हो तो वो ही है शैतानिक बंधन। ദാവീദ് രാജാവ് അതുകൊണ്ട് പറഞ്ഞു, ഞാൻ എപ്പോഴും എന്റെ കർത്താവിനെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന്. इसी कारण में दाऊद राजा ने गीत गाने में कहा, हमारा यहोवा को हर समय मेरा सामने में रखता हूं। നാം യേശുവിനെ നമ്മുടെ രാജാവായിട്ട് അംഗീകരിക്കുകയാണ് എങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. यीशु मसीह हमारा राजा होकर अंगीकार करेगा तो विजय निश्चय हमारा आगे है। ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നില്ല എന്നതത്രേ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ളതായ കാരണം എന്ന് പറയുന്നത്. हमारा प्रश्न की प्रथम बात मसीह को उद्धार को कितना स्थान आदर देता है वो ही दिया देता नहीं, यही है हमारा प्रश्न। അത് നിമിത്തം പലപ്പോഴും നാം പലവിധത്തിലുള്ളതായ ഉത്കണ്ഠയുള്ളവരായിട്ട് പലവിധമായ വിചാരപ്പെടുന്നതായ അനുഭവം, നിരാശപ്പെടുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുന്നു. इसी कारण में कई प्रकार की निराशा, वेदना, दुख भोगना पड़ता है। അതുകൊണ്ട് നാം നമ്മുടെ കർത്താവ് വളരെ ലളിതമായിട്ട് പഠിപ്പിക്കുകയുണ്ട്. നാം പ്രഭാതത്തിൽ അത് ഉണരുമ്പോൾ ഞാനും ഇന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു, നിരവധിയായിട്ടുള്ളതായ പക്ഷികൾ ഇവിടെ വന്ന് അത് വളരെയധികം സന്തോഷത്തോടു കൂടിയും ആർത്ത് അലയ്ക്കുന്നതായ ശബ്ദം. परमेश्वर के दास ने भोर उठने समय निरंतर पशु और पक्षियों, आकाश की चिड़ियाओं, उन्होंने आवाज देते चिल्लाते हैं, वो सुनते हुए मैं उठा है। അതിന്റെ രഹസ്യം എന്താണെന്ന് നാം ചിന്തിക്കുമ്പോൾ അവയ്ക്ക് വേണ്ടി കരുതുന്നതായ ഒരു ദൈവം, ഈ സൃഷ്ടാവായ ദൈവത്തെ അവർ അത് ആരാധിക്കുക അത്രേ ചെയ്യുന്നത്. धर्मशास्त्र वो ही हमें सिखाता है, आकाश की पक्षियों और चिल्लाता है, पुकारता है दिन भर भोजन के लिए। അവർക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് അത് ചത്തു വീഴുന്നില്ല. खाने के लिए उनको आहार नहीं मिलेगा तो भी वो पक्षियों मरता नहीं है। അതിനേക്കാൾ എത്ര ശ്രേഷ്ഠമായിട്ട് അത്ര കർത്താവ് നമ്മെ ഓരോരുത്തരെയും നാൾതോറും അത് പരിപാലിക്കുന്നത്. बाइबल में यही बात पाया जाता है, ये पक्षियों से भी बढ़कर दिन प्रति मसीह ने हमको कितने आश्चर्य रीति पर चलाता है। യേശു പറഞ്ഞു, വയലിലെ താമരയെ നോക്കുവാൻ. यीशु मसीह ने यह बात कहा, और पहाड़ में और दरिया में जो और कमल है उसको ऊपर ध्यान दे। അത് എത്ര മനോഹരമായിരിക്കുന്നു, ജലാശയങ്ങളിൽ അത് വിടർന്നു നിൽക്കുന്നത്. और कमल खूबसूरत है, पानियों में उन्होंने उगते हैं। തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിൽ പല ജലാശയങ്ങളിലും നിരവധി താമരകൾ അത് വിടർന്നു നിൽക്കുന്നത് എത്ര മനോഹരമത്രേ. केरला में तिरुवनंतपुरम से कन्याकुमारी तक जाने वो मुसाफरी की यात्रा की साइड में जो तालाब है, वो तालाब में कितने कमल और खूबसूरत देता है। അത് മനോഹരമായതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് പറിച്ചെടുക്കുന്നതിന് വേണ്ടി അതിന്റെ അടുക്കലേക്ക് പോയി.
परमेश्वर के दास ने एक कमल उगने के लिए उनका और मैं गया है, എന്നാൽ അവിടെ നിന്നായ പ്രായമുള്ള ഒരാൾ എന്നെ തടഞ്ഞു. और वहां पर एक बुजुर्ग व्यक्ति थे, मुझे को रुका दिया है. അതിൽ വളരെ അപകടകരമായിട്ടുള്ളതായ അതേ സ്ഥലത്തെ ചെളി വളരെ താഴ്ചയിലത്ര അത് നിൽക്കുന്നത്. അത് നാം പിടിക്കുമ്പോൾ നമ്മളുടെ ജീവഹാനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. आपने वो कमल उठाने के लिए जाएगा तो उधर बहुत कीचड़ से भरे हुए हैं, पग उसमें बस जाएगा तो जीवन भी हानि भी हो सकता है. അതുകൊണ്ട് അവിവേകം കാണിക്കാതെ ദൂരെ നിന്ന് അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചാൽ മതിയാകും. और फूल खड़ना नहीं, दूर खड़ा होकर उनका खूबसूरत शक्ल कर देखो और अच्छा मन लगाओ. ഈ പക്ഷികളെയും അത് വയലിലെ താമരകളെയും വളരെ ശ്രേഷ്ഠമായിട്ട് പരിപാലിക്കുന്നതായ ദൈവം അതിലെത്രയോ ശ്രേഷ്ഠമായിട്ട് അവന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായ നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കാമെന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. मसीह का वचन यही बताता है. और कमल या पक्षियों इतनी खूबसूरत देते हैं, दिन भर दिन उनको संभालते हैं, खिलाते हैं, सब कुछ ऐसा होवे तो मसीह पर भरोसा रखने वालों आपको कितनी अधिक से अधिक संतृप्त किया करता है. ജീവിതം വളരെയധികം കഠിനമുള്ളത് അത്ര. ലൈഫ് ഈസ് ഹാർഡ്. हमारा जिंदगी मुसाफरी इतनी घोर विनाश में है. എന്നാൽ കർത്താവ് എല്ലായ്പ്പോഴും നല്ലവനത്രേ. हमारा मसीह हर समय हमारे लिए भला है. തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ ഓരോ സംഭവകഥകളും അത് സഹിഷ്ണുതയുടേതായ ഒരു കഥയത്രേ. परमेश्वर की धर्मशास्त्र ढूंढे, ये अपने आप को मसीह में समर्पण कर देते हुए, अपने आप को नम्र करते हुए जाने का अवस्था बाइबल में हम पाया जाता है. അനേകം വെല്ലുവിളികളുടെയും പ്രശ്നങ്ങളുടെയും പൈശാചികമായ പോരാട്ടത്തിന്റെയും അത് സഹിഷ്ണുതയോടുകൂടി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനത്രേ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. हमारा जिंदगी में कई प्रकार की मुसीबत, कष्ट, शोक, शैतानी के काम, मनुष्य के काम इत्यादियों में हम शोक में होवे तो इसमें से गुजरने के लिए अनुग्रह देने वाले हैं हमारा यीशु मसीह. അത് മതത്തിന് വേണ്ടി തീവ്രമായ നിലപാടെടുത്തതായ ഒരു വ്യക്തിയായിരുന്നു ശൗൽ. परमेश्वर की धार्मिकता के लिए जीवन समर्पण किए हुए एक व्यक्ति थे और शाऊल. എന്നാൽ യേശുക്രിസ്തു ഒരു നാൾ അവന് പ്രത്യക്ഷനായി. लेकिन एक दिन यीशु मसीह उन्हों को प्रकट हुई, അവൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. घोड़े पर से गिरा दिया, അവന്റെ കണ്ണ് കാഴ്ച എല്ലാം നഷ്ടപ്പെട്ടു പോയി. आग की रोशनी बुझा दिया. അവന് 3 ദിവസം അവൻ വളരെ കാഴ്ച കാണാത്തവനായിരുന്നു. 3 दिन तक अंधेरा में अनदेखी होकर रहा, ज्योति नहीं मिला. അവന് യേശുക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം അത് ദർശനം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ഒരു അവസരം ഒരുക്കി. यीशु मसीह को अपनाने के लिए, परखने के लिए, छूने के लिए एक अवसर उन पर आया. തന്റെ അന്ധമായിട്ടുള്ളതായ മത തീവ്രവാദവും മറ്റുമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവനൊരു പുതിയ മനുഷ്യനായി തീർന്നു. तो अंधे में थे, तो धर्म के लिए उन्होंने इतने दौड़ते थे और मसीह की वश में से रहित होकर रहा, वहां से सच्चे मसीह को उन्होंने पा लिया है. ഇന്നു മുതൽ താൻ കണ്ട ദർശനപ്രകാരം ഈ യേശുവിന് വേണ്ടിയും താൻ എന്ത് ത്യാഗവും സഹിക്കുവാൻ തക്കവണ്ണം മുന്നിട്ടിറങ്ങി. अच्छे जिंदा मसीह को देखा है, उसी का बाद में मसीह के लिए जिए, मसीह के लिए मरे, मसीह के लिए करे, ये सोच समझ कर आगे बढ़ गया है. അന്നു മുതൽ യേശുവിനെ പിരിഞ്ഞുള്ളതായ ഒരു ജീവിതം തനിക്കില്ലായിരുന്നു. उस दिन से लेकर यीशु को छोड़कर जिंदगी में कोई कुछ आशा उन पर नहीं है. നിരവധി കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴും താൻ പിന്തിരിയാതെ പൂർവാധികം ശക്തിയോടുകൂടി തന്റെ ദൗത്യം നിറവേറ്റിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
बहुत सारे कष्ट दुख भोगना पड़ा, फिर भी मसीह को त्याग करने का कोई अवसर उन पर नहीं था। തന്റെ ശിഷ്യനായിട്ടുള്ള തിമത്യോസിനെ എഴുതുക എത്ര ചെയ്യുന്നു, എന്റെ ജീവിതകാലം അവസാനിക്കാറായി, അതൊരു പാനീയ യാഗമായി തീർന്നിരിക്കുന്നു എന്ന്. और तिमोथियुस को इसी कारण में पत्र लिखा, मेरा जिंदगी समाप्त होने वाले हैं, मैं एक बलिदान की नाई, मेरा जिंदगी देने का समय आ पहुंची है. തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നീതിയുടേതായ ആ കിരീടം പ്രാപിക്കുക എന്നുള്ളതായ ഒരു ലക്ഷ്യം മാത്രമേ ഇനി തനിക്കുള്ളൂ എന്ന്. प्रेरित पौलुस यही कहता है, मेरे लिए एक मुकुट तैयार कर रखा मसीह ने, वो प्राप्त करने के लिए बाकी है, सब कुछ पूरा होने वाले हैं. അതുകൊണ്ട് ജീവിതത്തിലെ കഠിനമായ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോഴും നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആ നിത്യ ജീവന്റെ കിരീടം പ്രാപിക്കുക എന്നുള്ളത് അത്രേ. हमारा जिंदगी में कई प्रकार की शोक दुख कष्ट उठाना पड़ते हैं, लेकिन एक अच्छा विश्वासी की जिंदा है हमारा मसीह की ओर जाने की बात. ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളതായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായതായ വ്യക്തികൾ അത്രേ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मसीह को पाने के लिए मिलने के लिए शैतान की ओर कई प्रकार की लड़ाई में थे, लड़ाई में विजय पाकर आए हुए व्यक्तियों हैं ये प्लेटफॉर्म में आया हुआ व्यक्तियों. കർത്താവിന്റെ അറിയുന്നതായ ആ മഹൽ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് ബാക്കി ഭൗതികമായിട്ടുള്ള സകല കാര്യങ്ങളും താൻ ചവറുമെന്ന് എണ്ണുകയത്രേ ചെയ്യുന്നത്. मसीह को पाने के कारण कई प्रकार की मुसीबत आया तो भी हमारा मसीह ने हर प्रकार की अनुग्रह की मिरास बनने के लिए भी सहाय दी है. പാപത്തിന്റെയും ലോകത്തിന്റെയും അതുപോലെ തന്നെ പല മോഹങ്ങളിലും അടിമപ്പെട്ടിരിക്കുന്ന, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ഒരു പടക്കുതിരയെ പോലെ ഇറങ്ങി പുറപ്പെട്ടതായ വ്യക്തിയായിരുന്നു പൗലൂസ്. और पाप और अपराध में ढांबा हुआ लोग और विनाश के गड्ढे में जाने वालों को ज्योतिर्मय होकर ज्योति दिखाने के लिए चुना हुआ एक व्यक्ति थे और प्रेरित पौलुस. ആ ഭാഗ്യകരമായ നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഒരു ദിവസം കൂടിയും അത് നാം പിന്നിട്ടിരിക്കുക എത്രേ ചെയ്യുന്നത്. ये भाग्यशाली होने के लिए अवसर दी, हमारा जिंदगी एक दिन और बढ़ाकर दिया है. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സകല നന്മകളും നൽകുന്നതായ അത് നമുക്ക് വേണ്ടി കരുതുന്നതായ ഒരു ദൈവം അത്രേ നമുക്കുള്ളത്. हम संसार में जिंदा है, हमारे लिए क्या चाहिए वो बात संपूर्णता में लाने वाले, हमारे लिए चिंता करने वाला मसीह ही है हमारा उद्धारक. ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ നാം ചെയ്യേണ്ടത്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതൊക്കെയും അത് വാഴ്ത്തി അനുഗ്രഹിച്ച് തരുന്നതിന് വേണ്ടി കർത്താവിന്റെ കയ്യിൽ കൊടുക്കുകയത്രേ വേണ്ടത്. मानो यही बात है, आर्थिक के बारे में हो, कोई काम कार्य में बढ़ोतरी चाहता है तो हमारा जिंदगी मसीह के हाथ में समर्पण करना हमारा कर्तव्य है. നാം ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. आर्थिक तौर पर और आत्मिक तौर पर उन्नति पाने के लिए मसीह चाहता है. അതെ, നമുക്ക് ഉള്ളതായ അതെ എന്താണോ ഉള്ളത് അതിനെ തിരിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ നാം തയ്യാറാണോ? मसीह ने हमें क्या कुछ दी और मसीह का हाथ वापस देने के लिए मन लगने वाले हैं विश्वासीगण. അത് ജാതികളിലേക്ക് അല്ലെങ്കിൽ അന്ധകാരത്തിലായിരിക്കുന്ന ജനത്തിന് വേണ്ടിയും അവർ ഈ സുസമാചാർ ഈ സുവിശേഷം കേൾക്കുന്നതിന് വേണ്ടിയുള്ളതായ അവസരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ അത് ത്യാഗപൂർവ്വം പ്രവർത്തിക്കുന്നതായ മിഷണറിമാരുണ്ട്. और अन्य जातियों, पराया देवी देवताओं को सामने घुटना टेकने वालों को मसीह का साथ मिलजुलने के लिए, जोड़ने के लिए प्रयत्न करने वाले सेवकों हैं.
ആത്മാർത്ഥമായിട്ട് ദൈവവേല ചെയ്യുന്നവരുടെ കരങ്ങളിലേക്ക് നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നാം കൈമാറുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നാം സാമ്പത്തികമായിട്ട് എത്രയോ മടങ്ങ് അനുഗ്രഹിക്കപ്പെടും. हमारा मसीह के काम काजियों में प्रयत्न करने वाले और उनका आर्थिक बातों को पूरा करने के लिए प्रभु ने हमारे हाथ में दिए हुए फलदायी के चीजों में धन से एक भाग उनको देगा तो इतनी आनंद खुशी से परमेश्वर का सेवा कर सकते हैं. ഏലിയ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നയിച്ചത്, തന്നെ നടത്തിയത് അത് ദൈവമത്രേ. एलिया भविष्यवाणी के बारे में मनन करेगा तो उनका चराने वाला यहोवा परमेश्वर है. അത് രാജാവിന്റെയും രാജ്ഞിയുടേതെയും ഭയം നിമിത്തം വളരെ വളരെ വിഷമത്തിലായ അദ്ദേഹം ദൈവത്തിന്റെ ആലോചന കേട്ട് താൻ മുന്നോട്ട് പോകുന്നതിന് തയ്യാറായി. राजा और राज्य की उनको उनका विरोध में लड़ने के लिए आया, लेकिन एलिया ने यहोवा परमेश्वर की वाणी सुनते हुए आगे बढ़ने लगा. തന്റെ ജീവൻ അപകടത്തിലായിരുന്നു. उनका जिंदगी इतना खतरनाक में थे. എന്നാൽ ദൈവം അദ്ദേഹത്തെ മുന്നോട്ട് പോകുവാൻ ദൈവം അയാളെ സഹായിച്ചു. यहोवा परमेश्वर ने आगे बढ़ने के लिए सहाय दी. താൻ പറഞ്ഞു ഈ രാജ്യത്ത് താൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ ഉണ്ടാകത്തില്ല എന്ന്. राजा की ओर एलिया ने जाकर कहा, मैं कहे तब तक भूमि पर पानी बरसेगा नहीं. അവിടെയുള്ള യഹൂദന്മാര് സത്യദൈവത്തെ അപേക്ഷിച്ചിട്ട് അവിടെയുള്ളതായ ബേലിനെ ആരാധിക്കുവാൻ തുടങ്ങി. वहां इस्राएलियों ने सच्चे यहोवा परमेश्वर को छोड़कर अन्य देवी देवताओं की ओर अपना जिंदगी रखा. ഈ ബേലിനെ ഒന്ന് ഹ്യൂമിലിയേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഏലിയാവ് ആഗ്രഹിച്ചു. ये देवी को और निकालने के लिए, त्याग करने के लिए एलियाव शक्ति मांगा. ബേലാണ് മഴ കൊണ്ടുവരുന്ന ദേവനെന്ന് അവർ വിശ്വസിച്ചിരുന്നു. बेल नाम में एक देवता है, वो ही है बरसात बरसाता है, वो लोगों विश्वास रखा. താൻ സേവിക്കുന്നതായ ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവമെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം തന്റെ വാക്കുകൾ സ്വർഗത്തിലെ ദൈവം അത് അംഗീകരിച്ചു. एलिया ने यही बात दी, यहोवा परमेश्वर यही है, वो ही संसार की उन्नति के लिए प्रयत्न करने वाले हैं. അങ്ങനെ ഈ മനുഷ്യൻ ഇനി അവിടെ നിൽക്കുന്നത് തനിക്ക് ആപത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് താൻ ദൂരസ്ഥലത്തിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നത്. वो राजा की ओर से बात कहने और वहां पर रहेगा तो उनका सिर काटेंगे, खतरनाक है, ये समझकर उन्होंने दूर देश की ओर गई है. തന്റെ യാത്രകളെയും മറ്റെല്ലാ കാര്യങ്ങളെയും അത് ഗൈഡ് ചെയ്തത് അത് ദൈവമത്രേ. उनको की यात्रा और खिलाना पिलाना रहना सब सुविधा करने वाला यहोवा परमेश्वर है. നാം ഓരോരുത്തരും അത് എന്താണ് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയാറുണ്ട്. हम सब यही बात कहता है, यहोवा मेरा चरवाहा है. നമ്മെ നയിക്കുന്നത് കർത്താവാണോ? हमारे अधिकारी, हमारे चराने वाला यहोवा है नहीं है. അതെ, ആടുകളോട് അത്രേ വിശ്വാസികളെ യേശു ഉപമിച്ചത്. और यीशु मसीह ने नमूना बताया है भेड़ बकरियों की और नमूना बताया विश्वासियों के बारे में. ഒരു ഇടയനില്ലെങ്കിൽ ആടുകളുടെ കാര്യം കഷ്ടമാണ്. और चरवाहा नहीं है तो भेड़ों की आयु कष्ट संकट है. അതിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. उन्होंने अपने लिए एक निर्णय ले नहीं सकते हैं. അതിന് ആവശ്യത്തിനുള്ളതായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ലഭ്യമാക്കുന്നതിന് ആളില്ല എങ്കിൽ അതിന് ബുദ്ധിമുട്ടാകും. और भेड़ बकरियों को एक चरवाहा खिलाना पिलाने के लिए नहीं है तो उनका जिंदगी संकट में है. അതുകൊണ്ട് ഒരു ഇടയനില്ല എങ്കിൽ ആടുകൾക്ക് നിലനിന്ന് പോരുവാൻ കഴിയില്ല. चरवाहा नहीं है तो भेड़ बकरियों को
और आगे बढ़ नहीं सकते हैं। അതുകൊണ്ട് ഈ ആടുകളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിന്റെ ഇടയനെ ഫോളോ ചെയ്യുക. इसी कारण में भेड़ों को एक बात है, उसका चरवाहा की शब्द सुनते आगे बढ़े। അത് ഈ ഇടയനെ പിന്തുടരുന്നിടത്തോളം കാലം അതിനാവശ്യമായിട്ടുള്ളതായ പച്ചപ്പുൽ ലഭിക്കുന്നതിനിടയായി തീരും. സ്വസ്ഥതയുള്ളതായ അത് ശുദ്ധമായ വെള്ളമുള്ള സ്ഥലത്തേക്ക് അതിനെ നയിക്കുന്നത് കാണുവാൻ കഴിയും. ये चरवाहा की शब्द सुनते हुए भेड़ बकरी आगे बढ़ेगा तो अच्छा चराई में और अच्छा सोताओं में चरवाहा भेड़ बकरियों को ले जाता है। തങ്ങളെ ആക്രമിക്കുന്നതായ വന്യമൃഗങ്ങളിൽ നിന്നും അവയെ സംരക്ഷിക്കുന്നതിന് ഇടയന് മാത്രമേ കഴിയുകയുള്ളൂ. सताने वाले काटने फाड़ने वालों को संभालने के लिए केवल चरवाहों को हो सकता है। അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതായ, നമ്മെ സ്നേഹിക്കുന്നതായ ഒരു കർത്താവുണ്ട്, ഒരു ഇടയനുണ്ട്. और ऐसे नहीं हमारा जिंदगी काम कार्यों को अर्थ किया, हमारे आत्मिक उन्नति के लिए मेरे चराने वाला एक परमेश्वर, एक चरवाहा हमारे लिए है। നമ്മുടെ ഇടയനായ യേശു കർത്താവ് ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. और हमारा श्रेष्ठ चरवाहा हमारा यीशु मसीह और सोता नहीं, उगते नहीं। അതുകൊണ്ട് നമുക്ക് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ടതായ ആവശ്യമില്ല. कोई किसी बात के बारे में चिंता करने का कोई जरूरत नहीं। അത് നമ്മുടെ വീട്ടിൽ നാം വളർത്തുന്നതായ ഒരു പട്ടിയെ കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ അതിന് സമയാസമയം ആവശ്യമായ ആഹാരമൊക്കെ അതിന്റെ യജമാനൻ കൊടുക്കുന്നത് കൊണ്ട് അതിനെ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട, അത് ആഹാരം അന്വേഷിച്ച് അതിന് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. हमारा घर में पालते हैं एक कुत्ता है, उसको कोई खाना विश्राम कोई कुछ बात में चिंता करने का जरूरत नहीं, वो पालना हारने उनका काम पूरा कर देता है। എന്നാൽ വനത്തിലെ ഒരു ചെന്നായെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായിരിക്കുന്ന ഭക്ഷണമൊക്കെ അത് കഠിനമായ പ്രയത്നം നടത്തി വേട്ടയാടി അത് തന്നെ സ്വന്തമായിട്ട് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. वो जंगल में भेड़ियों है, उन्हीं के लिए संभालने वाला देने वाला कोई नहीं, अपने आप को उनका भूख बैठाने के लिए और जाना उनका काम है। ഇടയനില്ലാത്ത ആടുകളെ പോലെ തെറ്റി ചിന്നിയതായ നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ കുടുംബത്തിലെ മക്കളാക്കി തീർത്തിരിക്കുന്നു. और चरवाहा सिवा जाते भेड़ों की नाई, तितर बितर होने वालों को इकट्ठा कर हमारा मसीह की संधान में चरवाहा का नीचे रहना उचित काम है। ഈ ദൈവം നമ്മുടെ പിതാവ് എന്ന് അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. यही मसीह हमारा पिता है, वो अपनाना चाहिए। ഈ ദൈവം നമ്മുടെ ദൈവമായിരിക്കാൻ, നമ്മുടെ പിതാവായിരിക്കാൻ നമുക്ക് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. यही मसीह हमारा पिता है, इसी कारण में कोई कुछ काम कार्यों में शक नहीं होना। ഈ ദൈവം നമുക്ക് സമ്പത്തുണ്ടാക്കുന്നതിനുള്ളതായ കഴിവ് നൽകിയിട്ടുണ്ട്. ये मसीह हमारे लिए धन दौलत के लिए भी प्रयत्न करते हैं। ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് തന്റെ ദൂതന്മാരെ നമുക്ക് ചുറ്റും പാളയമിറക്കിയിരിക്കുന്നു. शत्रुओं की वश में से रक्षा करने के लिए और स्वर्गदूतों को भेजकर सुरक्षित कर देता है। നമ്മുടെ ഭാവി എന്തായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. हमारा भविष्य क्या है हमको अज्ञानित है। കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ വഹിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആകുലപ്പെടേണ്ടതില്ല. मसीह के हाथ में समर्पण दिया गया है, इसी कारण में हम दुखी भरने का कोई जरूरत नहीं। ഈ ദൈവം നമുക്ക് ആവശ്യമായതൊക്കെയും നൽകുന്നതായ ദൈവം യഹോവ ജൈറെ മാത്രമല്ല, അവൻ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഹൈഡ് ചെയ്യുന്നു. यहोवा परमेश्वर के ऊपर भरोसा रखा, इसी कारण में उनका रहस्य स्थान में हमें छुपाते हैं और अगुवाई कर अगुवे भी होता है। ഏലിയാവിന്റെ ജീവൻ അത് എടുക്കുവാൻ തക്കവണ്ണം രാജാവിനെ അവൻ അനുവദിച്ചില്ല. एलिया के जीवन को उठाने के लिए
राजा को यहोवा ने अनुमति नहीं दी है। വിശന്ന് ക്ഷീണിച്ച് അവശനായിരുന്നതായ ഒരു മരച്ചുവട്ടിലിരുന്നതായ അവൻ ആവശ്യമായിരിക്കുന്നതായ ആം, അപ്പം അത് കാക്ക വഴി കൊടുത്തയച്ചായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. भूखे रहकर एक वृक्ष के तले वृक्ष के नीचे बैठा हुआ, निराशा होकर बैठा, वो एलियाहू को कौवा के द्वारा रोटी खिलाया है। ഇന്നുള്ളതായ കാറ്ററിംഗ് സർവീസിന്റെ തുടക്കം അവിടെയായിരുന്നു, കാക്കയിലൂടെയായിരുന്നു. आज आजकल की कैटरिंग जो शुरुआत वहां पर शुरू हुई। ഈ കാക്കയ കൊണ്ടുവരുന്നത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. കാക്ക അങ്ങനെയുള്ളതായ സാധനങ്ങൾ എത്ര കൈകാര്യം ചെയ്യുന്നത്. कौवा लाता है और ये उनका चोंच से मिलता हुआ भोजन से हम तृप्त नहीं होते हैं। ഈ കാക്കയെ പോലും ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിഞ്ഞു, തന്റെ ദാസന് അത് വിശപ്പടക്കുവാൻ തക്കവണ്ണം. ये कौवा को उपयोग किया परमेश्वर के दासों को पालन पोषण करने के लिए। ഇനിയും ശത്രുക്കൾ കാണാതെ ഒരു ഗുഹയിൽ ഏലിയാവ് ഒളിച്ചിരിക്കുക അത്ര ചെയ്യുന്നത്. और ये एक गुफा में एलिया ने भयभीत होकर चुपचाप बैठा। ശത്രു പെരുവെള്ളം പോലെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കോട്ടയായിട്ട് നിൽക്കും എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. बड़ा पानी की समानता में शत्रु आते हैं, उसी समय भी ये किला की न्यायी प्रभु ने हमको संभालते हैं। എത്രയോ അപകടകരമായ സന്ദർഭങ്ങളിൽ ഈ ദൈവം നമ്മെ സംരക്ഷിച്ചു. इतना अनर्थों में कितने गंभीर वेदना के समय भी हमारा मसीह ने उनका हथेली पर हमको संभाल कर रखा। രാത്രി കാലത്ത് ഒന്ന് വിശ്രമിക്കുന്ന നല്ലവണ്ണം ഉറങ്ങുന്നതിന് കഴിയാത്തതായ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. ये रात में हमारा नींद में बिछौनी पर जाते हैं, नींद सिवा दुख उठाने वाला कितनी लाखों लाख लोग हमारा इंडिया में भी है। നമുക്ക് നല്ല ഉറക്കം തരുന്നതായ ആ ദൈവത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. अच्छे मीठी नींद देने वाला मसीह की ओर हमारा आश्रय रखे। നാം ചെങ്കടൽ സമാനമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നശിച്ചു പോകാതെ ദൈവം നമ്മെ പരിപാലിച്ചു. लाल समुद्र की और नहीं हमारा जीवन में जितने कितने मुसीबत आया, लेकिन उस सारे में से प्रभु हमें बचाया है। ഈ ചൂളയുടെ അനുഭവത്തിലൂടെ നാം കടന്നു പോയപ്പോഴും വെന്തുപോകാതെ കർത്താവ് നമ്മെ സൂക്ഷിച്ചു. आग की भट्टी में से आगे जाना अवसर हुई, लेकिन जलने के लिए प्रभु अनुमति नहीं दी। സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നു പോയപ്പോഴും കർത്താവ് നമ്മെ ഒരു വഴി കാണിച്ചു തന്നു. आर्थिक के बारे में भी आगे जाना अवसर हुई, वहां भी हमारा मसीह ने हमें रक्षक को गया। ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നല്ലവനത്രേ, അതുപോലെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു. ये उद्धारक रक्षक रक्षक होकर हमारा साथ आता है, इसी कारण में खतरनाक में से प्रभु रक्षा कर देता है। ഈ ദൈവത്തിന്റെ ദയ എന്നും എന്നേക്കും ഉള്ളത് എന്ന് സങ്കീർത്തനക്കാരൻ വാഴ്ത്തുന്നു. हमारा मसीह की करुणा सदा सर्वदा है। 2 തെസ്സലോനിക്കർ 3:3. दूसरा തെസ്സലോനി तीसरा अध्याय तीसरा पद। കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. और वहां पर दिया हमारा मसीह विश्वास से योग्य है, शत्रुओं को वश में गिरना ना देता है। നമ്മുടെ സകല ആവശ്യങ്ങൾക്കും മതിയായവനത്രേ നമ്മുടെ കർത്താവ്. हमारा सारे अविश्वासा को पूरा करने वाले हैं हमारा मसीह। നമുക്ക് പിന്നെ ആവശ്യത്തിലധികം കർത്താവ് തരാറില്ല, ആവശ്യത്തിനുള്ളത് മാത്രം അത് കർത്താവ് തരുന്നു. अधिक नहीं देता है, हमारा आवश्यकता को देखते हुए वो बात पूरा कर देता है। അവന് 3 നേരത്തെ ഭക്ഷണം കൊടുത്തില്ല, രാവിലെയും വൈകിട്ടും മാത്രം 2 നേരത്തെ ഭക്ഷണമേ കൊടുത്തുള്ളൂ, അത് മതി. एलिया को 3 बार की भोजन खिलाया नहीं, 2 बार की भोजन देता है, उसमें से संतृप्त है।
പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ അതത്രേ നമ്മുടെ ഫർദറായിട്ടുള്ള അനുഗ്രഹത്തിന്റെ കാരണം എന്ന് പറയുന്നത്. प्यारो, जितना मिलता है इतना में आनंद मगन होवे तो और जरूर उसमें से आनंद होना। എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും അവർക്ക് ദൈവത്തോട് ഒരു നന്ദിയും പുലർത്താത്തതായ വ്യക്തികൾ എത്രേ. आज के दिनों में कई लोगों को देखते हैं जितना मिलता है लेकिन उनका मन खुशी नहीं होता है। പിന്നെയും അത് പിടിച്ചടക്കുവാൻ തക്കവണ്ണം അത് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. और घेर लेने के लिए उन्होंने परिश्रम करते रहते हैं। അത് നിമിത്തം അവരെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം, അവർ കാറ്റിനെ പിടിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നവരെന്നത്രേ. उन्हों को देखते हुए हमको एक बात कह सकते हैं, हवा पवन को पकड़ने के लिए जाने परिश्रम करने वाले हैं। നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് സ്നേഹിതരുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു ലോക്കൽ ചർച്ചുണ്ട്. हम मसीह को प्रार्थना करने के लिए आरोग्य है, मन है, आराधना के लिए आराधनालय भी है। എന്നാൽ ഇതിനെയൊക്കെയും അവഗണിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള പലതും വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി അത്രേ നമ്മിൽ പലരുടെയും ശ്രമം. जो सब कुछ त्याग कर कर सांसारिक बातों को पकड़ने के लिए, खींचने के लिए प्रयत्न कर कर दौड़ने वाले हैं मनुष्य की मन। അതെ, നാം ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുവാൻ തക്കവണ്ണം, ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ ബില്ല് അത് 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 കുറഞ്ഞു വരും. और मसीह की आराधना योगी ईश्वर की ऊपर भरोसा रखते हैं, उनकी बढ़ोतरी के लिए परिश्रम करने वालों हमें अस्पताल में दान देने के लिए अवसर नहीं देते हैं। വിശ്വാസികളായിരിക്കുന്ന നാം മടിയന്മാരായിരിക്കണം എന്നല്ല ഞാൻ ഈ പറയുന്നത്. विश्वासी लोग और ये सब मूर्खता में रहने के लिए मैं नहीं कहता है। നാം വാസ്തവമായി കഠിനമായിട്ട് ജോലി ചെയ്യുകയും അത് നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഭാവി ജീവിതം കർത്താവ് തരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. कठिन प्रयत्न भी कर कर आगे बढ़ना और विश्वास योग्य मसीह का ऊपर भरोसा भी रखना। കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അത് അപ്രതീക്ഷിതമായ വ്യക്തികളിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കും. हम मसीह पर भरोसा रखता है, हमारा भरोसा आश्रय हम समझता नहीं है, अन्य लोगों की तरफ से वो बात पूरा कर देता है। മറാഫത്തിലെ വിധവയുടെ അടുക്കലെത്തിയത്രേ പ്രവാചകനെ ദൈവം നയിച്ചത്. एक विधवा वहां पर थी और एलियाह को वहां पर भेजकर 3.5 वर्ष की अखाड़ में से और विधवा ने उनको रक्षा की है। പരമദാരിദ്ര്യത്തിലായിരുന്നതായ ആ സ്ത്രീയുടെ അവസ്ഥ മാറി. बहुत सारे कष्ट में इसके मारे अखाड़ घर पे है, उसी समय वो परमेश्वर ने विधवा और उनका पुत्र एलियाह को भी संभाला है। ദൈവത്താൽ നയിക്കപ്പെട്ടതായ എലിയാ പ്രവാചകൻ ഇന്ന് അത് ആ വിധവയുടെ അടുക്കൽ എത്തിയിരിക്കുന്നത്. और एलियाह भविष्यवक्ता को यहोवा ने विधवा की घर की ओर भेजा है। അവിടെ വെച്ച് തന്നിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച നിമിത്തം ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറുകയും തന്റെ ആവശ്യം നിറവേറ്റപ്പെടുകയും അവിടെ കൂടിയ മറ്റു വ്യക്തികളുടെ ആവശ്യവും നിറവേറ്റുന്നതിന് ഇടയായി തീർന്നു. और यहोवा परमेश्वर ने एलियाह के साथ भी साथ है, और इसी कारण में वो विधवा मृत्यु तक आई, लेकिन प्रभु ने उनका घर को रक्षा किया, विधवा और उसका पुत्र को भी वो रक्षा किया, एलियाह को भी रक्षा किया। ഇടയനായ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, അവനെ പിന്തുടരാം. यही परमेश्वर पर हमारा भरोसा रखे, उनका वाणी का पीछे हो लिया जाए। ഇവർ നിങ്ങളെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീർക്കട്ടെ. मसीह हमें अनुग्रह दे और औरों को हमारा कारण अनुग्रह की भागी बने। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से हम सबों को मसीह अनुग्रह करे। आमीन।